വിശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് ചിന്തിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാനും നിങ്ങളും വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ വിശ്വാസം വഴി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് വഴി എനിക്കും നിങ്ങൾക്കും എന്ത് നേട്ടമാണുള്ളത്, എന്ത് ലാഭമാണുള്ളത് എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ. കാരണം ഏതൊരു മനുഷ്യനും ഏത് കാര്യം ചെയ്യുമ്പോഴും സ്വീകരിക്കുമ്പോഴും അതിൽ ഉള്ള നേട്ടത്തെക്കുറിച്ച് സാധാരണ ചിന്തിക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു റബ്ബർ നട്ടാൽ, ഒരു തെങ്ങ് നട്ടാൽ അതിലൂടെ എന്ത് ഫലം, എന്ത് ലാഭം എനിക്ക് കിട്ടും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മളത് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഞാനും നിങ്ങളും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് എന്ത് ലഭിക്കും, എന്താണ് എനിക്ക് അതിലുള്ള ബെനിഫിറ്റ് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടേ അത് സ്വീകരിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അറിയാവുന്ന സത്യം ഇതാണ്. ആദ്യ മാതാപിതാക്കളുടെ പാപനിമിത്തം എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ടത് ദൈവമകൻ, ദൈവമകൾ എന്ന സ്ഥാനപ്പേരാണ്. ദൈവം നമ്മളെ സൃഷ്ടിച്ചു, ദൈവം ഏദൻ തോട്ടത്തിൽ നമ്മളെ ആക്കി, അവിടെ ദൈവത്തോട് ചേർന്ന് നമ്മൾ ജീവിച്ചു. ആദ്യ മനുഷ്യൻ്റെ അനുസരണക്കേട് അവനിൽ പാപം വരുത്തി വെച്ചു. അനുസരണക്കേട് വഴി എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ടത് ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകൾ എന്ന സ്ഥാനപ്പേരാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട പുത്രൻ്റെ, പുത്രിയുടെ സ്ഥാനത്തേക്ക് ദൈവം നമ്മൾ ഉയർത്തുന്നു എന്നുള്ളതാണ് സത്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഈ വചനം, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം, കർത്താവിൻ്റെ വചനം അസന്നിഗ്ധമായ ഭാഷയിൽ നമ്മളെ പഠിപ്പിക്കുന്ന സത്യം ഇതാണ്: തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. എത്രയോ വലിയ സൗഭാഗ്യത്തിലേക്കാണ്, എത്രയോ വലിയൊരു അനുഗ്രഹത്തിലേക്കാണ്, എത്രയോ വലിയൊരു പൊസിഷനിലേക്കാണ് ദൈവം ഇതുവഴി നമ്മൾ ഉയർത്തുന്നത്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്കെല്ലാം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ ആകാനുള്ള ഒരു വലിയ സൗഭാഗ്യത്തിലേക്ക്, വലിയൊരു അനുഗ്രഹത്തിലേക്ക് കർത്താവ് നമ്മൾ ഉയർത്തുകയാണ് ചെയ്തത്. ഒരു കാലഘട്ടത്തിൽ അനുസരണക്കേട് വഴി നമുക്ക് നഷ്ടപ്പെട്ട, പാപം വഴി നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ മകൻ, ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ എന്ന ആ സ്ഥാനത്തേക്ക് ദൈവം വീണ്ടും നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് വഴിയാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് വഴിയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ മകനായി, മകളായി മാറ്റപ്പെടാൻ കാരണം നമുക്ക് മനസ്സിലാക്കാം തിരുവചനത്തിലൂടെ. അതായത് അനുസരണക്കേട് വഴി പാപം മനുഷ്യരിൽ ഭരണം നടത്താൻ ആരംഭിച്ചു. പാപത്തിൻ്റെ പരിണിത ഫലമാണ്, പാപത്തിൻ്റെ ഫലമായിട്ടാണ് മനുഷ്യകുലത്തിൽ ശാപവും മരണവും രോഗവും വേദനയും ആധിപത്യം പുലർത്താൻ തുടങ്ങിയത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പാപത്തിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് മരണം, ശാപം, രോഗം, വേദന എന്ന് പറയുന്നത്. അപ്പം നമ്മൾ യേശുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ, നമുക്ക് ഒരു വ്യക്തിക്ക്, ഈ ലോകത്തിൽ ഏതൊരു മനുഷ്യനും കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ, വിശ്വസിച്ച് കഴിയുമ്പോൾ, യേശുക്രിസ്തു മനുഷ്യകുലത്തിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന പാപമോചനം വിശ്വാസം വഴി കൃപയാൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആരംഭിക്കും. പാപം മനുഷ്യന് നീക്കപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടെ അതിലടങ്ങിയിരിക്കുന്ന എല്ലാ തിന്മകളും മാറ്റപ്പെടും. അതുകൊണ്ടാണ് വിശുദ്ധ വചനം നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിനെ ചൂണ്ടിയിട്ട് മനോഹരമായി വിളിച്ചു പറഞ്ഞു: ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കർത്താവ്, ദൈവത്തിൻ്റെ കുഞ്ഞാട് യേശുക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര മനോഹരമായിട്ടാണ് ദൈവവചനം നമുക്ക് വേണ്ടി നൽകുന്നത്. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ, മനുഷ്യകുലം ഇന്നോളം ചെയ്തിട്ടുള്ള സകല പാപങ്ങളും പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ മേൽ ആരോപിച്ചു.
അങ്ങനെ മനുഷ്യൻ്റെ മുഴുവൻ പാപങ്ങളും സ്വന്തം ശരീരത്തിൽ വഹിച്ച് കർത്താവ് കുരിശിലേക്ക് കയറി. അങ്ങനെ മനുഷ്യകുലത്തിൻ്റെ പാപത്തിനുള്ള പരിഹാര ബലി എന്നേക്കുമായി നമ്മുടെ കർത്താവ് അർപ്പിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ കൃപയാൽ നമ്മൾ ആ സൗജന്യ ദാനത്തിൽ പങ്കാളികളാണ് ചെയ്യുന്നത്. അതാണ് സത്യം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വഴി നമ്മുടെ പാപത്തിന് ഒരു പരിഹാരം യേശു ക്രിസ്തു ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്കത് സ്വന്തമാക്കാൻ പറ്റും. ഞാനും നിങ്ങളും ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ പിതാവായ ദൈവം ക്രിസ്തു വഴി നമുക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന ആ വലിയ സൗഭാഗ്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പാപം ഒരു വ്യക്തിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ, പാപം ഒരു വ്യക്തിയിൽ നീക്കപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തി ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതത്ര വലിയ സദ്വാർത്തയാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേദന എന്താണ്? അവൻ പാപിയായി തീർന്നു എന്നുള്ളതാണ്. അതുവഴി അവനിൽ മരണം ആധിപത്യം പുലർത്താൻ തുടങ്ങി, അതുവഴി അവനിൽ രോഗം ആധിപത്യം പുലർത്താൻ തുടങ്ങി, അതുവഴി ശാപം അവൻ്റെ ജീവിതത്തിലേക്ക് ആധിപത്യം പുലർത്താൻ തുടങ്ങി, അതുവഴി വേദനകൾ അവൻ്റെ ഹൃദയത്തെ വധിക്കാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ടുള്ള മറ്റെല്ലാ സംഗതികളിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം വഴി നമുക്ക് മോചനമുണ്ട്. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം, ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം മാത്രമല്ല, പാപത്തിൻ്റെ ബൈ പ്രൊഡക്റ്റായ മരണം നമ്മുടെ മേൽ ആധിപത്യം പുലർത്തിയിട്ടുണ്ടെങ്കിൽ ആ മരണത്തിൽ നിന്ന് നമ്മൾ മോചനം പ്രാപിക്കും. കർത്താവിൻ്റെ വചനം നമ്മളത് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, അതിൻ്റെ ബി ഭാഗം, അവനിൽ വിശ്വസിക്കുന്ന നമ്മൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് വഴി മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗമാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ഒരു വ്യക്തി യേശുവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുമ്പോൾ മരണം ആധിപത്യം പുലർത്തിയ അവൻ്റെ ജീവിതത്തെ കർത്താവ് സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി ജീവനിലേക്ക് ആ വ്യക്തിക്ക് പ്രവേശിക്കാൻ പറ്റുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെ അല്ല നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നത്, ഒരു തമാശയ്ക്കല്ല യേശുവിനെ സ്വീകരിക്കുന്നത്, ഒരു വായുവിൽ പ്രഹരിക്കുന്നത് പോലെ വൃഥാവിലുള്ള ഒരു പ്രവൃത്തിയല്ല നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതും വിശ്വസിക്കുന്നതും. ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് സൗഭാഗ്യങ്ങൾ, നരക കവാടത്തിലേക്ക് യാത്രയാകുന്ന നമ്മുടെ ജീവിതത്തെ നിത്യതയിലേക്ക് വിളിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസം വഴി ദൈവം ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുന്നു. പാപം വഴി ആധിപത്യം പുലർത്തിയ മരണത്തെ തോൽപ്പിച്ചവനാണ് യേശു ക്രിസ്തു. ഇനിമേൽ മരണം നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വാസം വഴി മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്നുള്ളത് സത്യമാണ്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞാൽ കർത്താവിൻ്റെ ഈ വചനത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ മരണത്തെ തോൽപ്പിക്കുന്ന ഒരു അനുഗ്രഹമായി, ഒരു കൃപയായി മാറ്റപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 26-ാമത്തെ വാക്യം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. മരണമെന്ന അവസാനത്തെ ശത്രുവും പരാജയപ്പെട്ടിരിക്കുന്നു. മരണമെന്ന അവസാനത്തെ ശത്രുവും ക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴി, അവൻ്റെ വലിയ ഈ പ്രവൃത്തി വഴി പരാജയപ്പെടുകയാണ് ചെയ്തത്. ലോകത്തിൽ മരണമെന്ന അവസാന ശത്രുവും പരാജയപ്പെടുത്തി നമ്മുടെ കർത്താവ് കുരിശിൽ വിജയ ശ്രീലാളിതനായി മാറി. ഞാനും നിങ്ങളും ഈ ശബ്ദം കേൾക്കുന്ന, ഈ ക്ലാസ് ശ്രമിക്കുന്ന ഓരോ വ്യക്തിയും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, കർത്താവിനെ സ്വീകരിക്കുമ്പോൾ, ഇതാ മരണമെന്ന അവസാനത്തെ ശത്രുവിനെ പരാജയപ്പെടുത്തിയ നമ്മുടെ കർത്താവിൻ്റെ രക്ഷ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം വഴി നമ്മളിൽ ആധിപത്യം പുലർത്തിയ മറ്റൊരു സംഗതിയാണ് നമ്മുടെ ശാപം എന്ന് പറയുന്നത്. തലമുറകളിലൂടെ ഒരുപക്ഷെ വന്നിട്ടുണ്ടാകാം, ഒരുപക്ഷെ അനുഗ്രഹത്തിന് തടസ്സമായ ഒരു സംഗതിയാകാം ഇത്. വചനം എന്താ പഠിപ്പിക്കുന്നത്? ഗലാത്തി 3-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. ക്രിസ്തു നമ്മെ പ്രതി കുരിശിൽ ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട്
നിയമത്തിൻ്റെ മേലുള്ള ശാപത്തിൽ നിന്ന് അവൻ നമ്മളെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നമ്മെ പ്രതി കുരിശിൽ ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ മേലുള്ള ശാപത്തിൽ നിന്ന് അവിടെ നമ്മളെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇനിമേൽ നമുക്ക് ശപിക്കപ്പെട്ടതായി ഒന്നുമില്ല. ഇനിമേൽ ശാപം നമ്മുടെ മേലില്ല. കാരണം നമ്മുടെ മേലുള്ള ശാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളെയും കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ സ്വന്തം ശരീരത്തിൽ വഹിച്ച് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ഇതാണ് സദ്വാർത്ത. ഇനിമേൽ മരണമോ ശാപമോ നമ്മുടെ മേൽ ആധിപത്യം പുലർത്താത്ത വിധത്തിൽ കർത്താവായ യേശു ക്രിസ്തു അതിൻ്റെ മേൽ വിജയം വരിച്ചു. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ. ഇനിമേൽ മരണമോ ശാപമോ നമ്മുടെ മേൽ ആധിപത്യം പുലർത്തുകയില്ല. കാരണം കർത്താവ് കുരിശിൽ അതിൻ്റെ മേൽ ആധിപത്യം പുലർത്തി അതിനെ കീഴ്പ്പെടുത്തി വിജയം വരിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് വെറുതെ അല്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ പിതാവായ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കേണ്ടതിനാണ് ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ സ്വീകരിച്ച് അവൻ്റെ മാർഗത്തിലൂടെ ചരിക്കുന്നത്. മറ്റൊരു സംഗതിയാണ് പാപത്തിൻ്റെ ബൈ പ്രൊഡക്റ്റായ മറ്റൊന്ന് രോഗം. ഇന്ന് നമ്മുടെ ലോകം ഒരുപാട് രോഗാതുരമാണ്. ഒരുപാട് മനുഷ്യർ രോഗത്തിൻ്റെ അടിമകളാണ്. ആർക്ക് ഈ രോഗത്തിൽ നിന്ന് സുഖപ്പെടുത്താൻ പറ്റും, ആർക്ക് ഈ രോഗാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും എന്ന് വിലപിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഭൂമിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. രോഗികളെ, നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കൂ. കർത്താവ് സ്വന്തം ശരീരത്തിൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചവനാണ്. അതായത് ദൈവത്തിൻ്റെ വചനം നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ മുറിവിനാൽ നമ്മളെ സുഖമാക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 2:24 അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ നാം സൗഖ്യം പ്രാപിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവിടുന്ന് വഹിച്ച മുറിവുകളുടെ യോഗ്യതയാൽ നമ്മുടെ രോഗങ്ങൾക്കൊരു സൗഖ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വേദനകൾക്കൊരു സൗഖ്യമുണ്ട്. അതുകൊണ്ടാണ് ലൂക്ക 6:19 വചനം വ്യക്തമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നത്, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തി. കർത്താവിൻ്റെ വചനം ലൂക്കാ സുവിശേഷം 6-19 വാക്യം നമ്മളെ പഠിപ്പിക്കുകയാണ്, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തി. എത്ര മനോഹരമാണ് കർത്താവ് നമുക്ക് നൽകുന്ന സൗഖ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജ്ഞാനം 16-12 മരുന്നോ ലേപനൌഷധമോ അല്ല നമ്മളെ സുഖപ്പെടുത്തുന്നത്, കർത്താവിൻ്റെ വചനമാണ്. നമ്മുടെ കർത്താവ് വചനമയച്ച് പിശാചുക്കളെ ബഹിഷ്കരിച്ചു, രോഗികളെ സുഖപ്പെടുത്തി. അതുപോലെ തന്നെ ഇന്നും യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് ഈ സൗഖ്യമുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ സൗഖ്യമുണ്ട്. ഇന്ന് എത്രയോ രാജ്യങ്ങളിൽ, എത്രയോ സ്ഥലങ്ങളിൽ കർത്താവിനെ വിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ജനത്തെ, സമൂഹത്തെ, വ്യക്തികളെ നമ്മുടെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഒരിക്കൽ ഒരു യാത്രാമധ്യേ ഞാനൊരു അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 4-5 വർഷമായിട്ട് അമ്മച്ചി വേരിക്കോസ് വെയിൻ വന്ന് ആ കാലുകളെല്ലാം പൊട്ടി നാശമായി വേദനിച്ച് പള്ളിയിൽ പോകാൻ പറ്റാതെ മുറിക്കകത്ത് വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സ്ഥലത്ത് ചെന്ന് ആ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനെ അനുവദിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മയുടെ തലയിൽ കൈവച്ചിട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ വ്യക്തിയെ സുഖപ്പെടുത്തണമേ, കർത്താവേ ഈ വ്യക്തിയെ സുഖപ്പെടുത്തണമേ. ആ അമ്മച്ചി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങേക്ക് സുഖപ്പെടുത്താൻ സാധിക്കുന്ന ദൈവമാണ്, അവിടുന്ന് എൻ്റെ രോഗങ്ങൾ വഹിച്ചവനാണ്, അവിടുന്ന് എൻ്റെ വേദനകൾ വഹിച്ചവനാണ്, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അമ്മച്ചിയുടെ തലയിൽ കൈവച്ച് വേദനയോടെ വിശ്വാസത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉച്ചരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായി ആ അമ്മച്ചിയുടെ മേലുള്ള ആ രോഗത്തെ കർത്താവ് സുഖപ്പെടുത്തി. പ്രാർത്ഥന കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു അത്ഭുതം നമ്മൾ കണ്ടില്ലെങ്കിലും പ്രാർത്ഥന കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ ആ അമ്മച്ചിയുടെ 2 കാലുകളും പരിപൂർണ സൗഖ്യം പ്രാപിച്ച് അത് ദേവാലയത്തിലേക്ക് നടന്നു പോകാൻ പാകത്തിന് നമ്മുടെ കർത്താവിൻ്റെ ശക്തി സൗഖ്യമായി അമ്മയുടെ മേൽ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജനമേ, ഈ വചനം നിങ്ങൾ വിശ്വാസത്തോടെ ഹൃദയത്തിൽ ഏറ്റെടുത്താൽ, സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേലും ഒരു സൗഖ്യം അയക്കാൻ നമ്മുടെ കർത്താവിന് പറ്റും. അവിടുത്തെ മുറിവിനാൽ നാം സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ശരീരത്തിൽ വഹിച്ച ഒരുപാട് മുറിവുകൾ, വേദനിപ്പിക്കുന്ന ഒരുപാട് മുറിവുകൾ, അത് നമുക്ക് സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് ലൂക്ക 6:19 പറഞ്ഞത്, അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തി. 12 വർഷത്തോളം രക്തസ്രാവത്താൽ പീഡിപ്പിക്കപ്പെട്ട ആ സ്ത്രീ
കർത്താവിൻ്റെ പിന്നിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചപ്പോൾ അത്ഭുതകരമായി കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ആ സ്ത്രീയുടെ രക്തസ്രാവം നിലച്ചതുപോലെ ഇന്ന് നീ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ, കർത്താവിനെ തൊടാൻ ആഗ്രഹിക്കുമ്പോൾ, കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ഈ സൗഖ്യം കർത്താവ് നിൻ്റെ മേൽ ചൊരിയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സംഗതിയാണ് പാപത്തിൻ്റെ ഒരു 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 തകർച്ചയാണ് വേദന എന്ന് പറയുന്നത്. വേദന, എന്ത് കാര്യം ചെയ്താലും ഇന്ന് നമ്മുടെ മനസ്സ് വേദനിക്കുകയാണ്. പാപം ചെയ്താൽ നമ്മുടെ മനസ്സ് വേദനിക്കും, രോഗമുണ്ടായാൽ നമ്മുടെ മനസ്സ് വേദനിക്കും, ശാപഗ്രസ്തമായ ഒരു ജീവിതത്തിൻ്റെ വഴിയെ പോകുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കും, മരണം നമ്മുടെ കമ്മുമ്പിലെത്തി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യം കർത്താവ് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു, നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വേദനകളാണ് അവൻ വഹിച്ചത്. ഈ വചനം കേട്ട് വേദനിച്ചിരിക്കുന്ന പ്രിയ ജനമേ, ഈ വചനം നിങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ, ഈ വചനം നിങ്ങളെ സുഖപ്പെടുത്തട്ടെ. അവിടുന്ന് വഹിച്ച നമ്മുടെ വേദനകളാണ്. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ അവൻ്റെ ആത്മാവ് വേദനിക്കുന്നു, ഒരു വ്യക്തി രോഗത്തിലേക്ക് പോകുമ്പോൾ അവൻ വേദനിക്കുന്നു, ഒരു വ്യക്തി മരണത്തെ മുഖാഭിമുഖം കാണുമ്പോൾ അവൻ തകർന്ന് വേദനിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പഠിപ്പിച്ചു, നമ്മുടെ വേദനകളാണ് അവിടുന്ന് വഹിച്ചത്. അവൻ തന്നെ നമ്മുടെ വേദനകൾ വഹിച്ചുകൊണ്ടാണ് കുരിശിലേക്ക് കയറിയത്. അതുകൊണ്ട് പാപത്തിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള രോഗത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, വേദനയിൽ നിന്ന് നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് വെച്ചാൽ എല്ലാ തലത്തിലും ഒരു സമ്പൂർണ്ണ വിമോചനമാണ് ദൈവം നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്നത്. യേശുക്രിസ്തു വഴി ഒരു സമ്പൂർണ്ണ വിമോചനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മേഖലയിലുള്ള വിമോചനമല്ല, മറിച്ച് ഒരു വ്യക്തി അവൻ്റെ ജീവിതയാത്രയിൽ ഈ മേഖലയിലെല്ലാം പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദുഃഖം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, തകർന്നൊരു വ്യക്തിയാണെങ്കിൽ ഒരു സമ്പൂർണ്ണ വിമോചനം ഇന്ന് യേശുക്രിസ്തു വഴി പിതാവായ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നമുക്കതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. റോമാലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യം, യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അത് ഏത് ജാതിയിൽ, ഏത് മതത്തിൽ, ഏത് വർഗത്തിൽ, ഏത് ഗോത്രത്തിൽപ്പെട്ട ആരായാലും ശരി, കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്ന വാഗ്ദാനം ഇതാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന സകലരും രക്ഷ പ്രാപിക്കും. ഈ അടിമത്തത്തിൽ നിന്ന്, ഈ ഒരു തകർച്ചയിൽ നിന്ന്, ഈ ഒരു തിന്മയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ ലോകത്തിൽ ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കുക, എനിക്കും ഒരു സമ്പൂർണ്ണ വിമോചനം ആവശ്യമുണ്ട്. ഞാൻ എൻ്റെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അത് വൃഥാവിലല്ല, വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സമൂഹത്തിനും വലിയ നേട്ടങ്ങൾ തരുന്ന ഒന്നാണ് കർത്താവിലുള്ള വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. വെറുതെ അന്ധമായൊരു വിശ്വാസമല്ല, യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ വ്യക്തി ജീവിതത്തെ വലിയ സൗഖ്യത്തിലേക്ക്, വലിയ വിടുതലിലേക്ക്, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക് നയിക്കാൻ കഴിയുന്ന വലിയൊരു വിശ്വാസ സത്യം നിങ്ങളുടെ മുൻപിൽ ഇന്ന് വചനം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെടുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി കൃപയാലാണ് ഞാനും നിങ്ങളും രക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് രോഗാവസ്ഥയിൽ ഇരിക്കുന്നവരെ, ദുഃഖാവസ്ഥയിൽ ഇരിക്കുന്നവരെ, മരണം മുഖാഭിമുഖം കാണുന്നവരെ, പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്നവരെ, ശാപഗ്രസ്തമായ ഏതെങ്കിലും ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ കർത്താവിൻ്റെ ഈ വചനത്തെ ആധാരമാക്കി നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ സ്വീകരിക്കുക. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി.
ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാപത്തിൻ്റെ എല്ലാ വേരുകളും വിട്ടുമാറിപ്പോകട്ടെ. രോഗത്തിൻ്റെ എല്ലാ തകർച്ചകളും വിട്ടുമാറിപ്പോകട്ടെ. ശാപപരമായ പ്രവൃത്തികൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ നമ്മളോ നമ്മുടെ കുടുംബാംഗങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുമാറിപ്പോകാൻ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ ദൈവം ഇപ്പോൾ ചൊരിയുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് നമ്മളെ ഈ വചനത്തിലൂടെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ യേശു ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കണമേ. ഒരു നിമിഷം ഇരിക്കുന്ന എല്ലാവരും കരങ്ങൾ കൂപ്പി, സാധിക്കുന്ന ഇത്രയും പേര് കണ്ണുകൾ അടച്ച് നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാൻ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു സൗഖ്യം എനിക്ക് നൽകണമേ, ഒരു രക്ഷ എനിക്ക് നൽകണമേ, ഒരു വിടുതൽ എനിക്ക് നൽകണമേ. ഞാനിന്ന് രോഗിയാണ്, ഞാനിന്ന് തകർന്ന വ്യക്തിയാണ്, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളാണ്. കർത്താവെ, എനിക്കും എൻ്റെ കുടുംബത്തിനും നിൻ്റെ നാമത്തിലുള്ള രക്ഷ, നിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന വഴി കിട്ടുന്ന അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഹൃദയത്തിൽ യേശുവിനെ വിശ്വസിച്ച് യേശുവെ നന്ദിയെന്നോ, യേശുവെ സ്തുതിയെന്നോ, ഹല്ലേലൂയ എന്നോ പറഞ്ഞ് മൗനമായി പ്രാർത്ഥിക്കുക. കർത്താവ് ഈ വചനത്തിലൂടെ നിങ്ങളെ സുഖപ്പെടുത്തുകയാണ്. കർത്താവ് ഈ വചനത്തിലൂടെ നിങ്ങളെ രക്ഷിക്കുകയാണ്. കർത്താവിൻ്റെ സമാധാനം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമൃദ്ധമായി എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.